കേരള PSC അങ്ങനെ നമ്മുടെ +2 ലെവലിൻ്റെ മെയിൻസ് എക്സാം ഡേറ്റും അതേപോലെ തന്നെ മെയിൻസിൻ്റെ സിലബസും ഓൾറെഡി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം കൃത്യസമയത്ത് തന്നെ നടത്തും എന്നുള്ളതിൽ ഇനിയൊരു സംശയവും വേണ്ട. കൃത്യം നമ്മൾ ആ ടൈം ടേബിളിൽ കണ്ടപോലെ തന്നെ ഫെബ്രുവരി 6-ാം തീയതി തന്നെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിലിംസ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏകദേശം സേഫ് മാർക്ക് അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നവരെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ പഠനത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് ഇനി അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? അപ്പോൾ നമ്മളൊന്ന് ഈ ഒരു സമയം അല്ലെങ്കിൽ എക്സാം തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 6/2/2022 ഓക്കെ. അപ്പോൾ 2022 ഫെബ്രുവരി 6-ാം തീയതിയാണ് നമ്മുടെ എക്സൈസ് ഓഫീസറിൻ്റെ ഫസ്റ്റ് എക്സാം നടക്കുക. ആ സമയത്താണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു 2 മാസത്തെ സമയം, കൃത്യം പറഞ്ഞാൽ ഇനി 2 മാസമേ ഉള്ളൂ. കാര്യം നവംബർ തീരാറായി, ഡിസംബർ അടുത്ത മാസം ഡിസംബറാണ്, പിന്നെ ജനുവരി ഫെബ്രുവരി. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാനായിട്ട് നല്ല സമയമുണ്ട്. ഈ 2 മാസം ഒന്ന് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ +2 മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് അങ്ങനെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു രൂപരേഖയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണുക, എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം 80 മാർക്ക് ബാക്കിയുള്ളതാണ്. ബാക്കി 20 മാർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. ഈ 20 മാർക്കാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഈ ഒരു 20 മാർക്കാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഈ ഒരു 20 മാർക്കിനകത്ത് നിന്ന് റാങ്ക് അല്ലെങ്കിൽ എത്ര മാർക്ക് നമുക്ക് ഈ 20 മാർക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ബാക്കി നമ്മുടെ ഈ ഒരു +2ൻ്റെ മെയിൻസ് എക്സാമിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്ന മാർക്ക്. കാര്യം ബാക്കി ഏകദേശം 80 മാർക്കിൻ്റെ കേസുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതിയവരായാലും LDCയുടെ മെയിൻസ് എഴുതിയവരായാലും ആ ഒരു സെക്ഷൻ അവർ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ SCRTയിലെ കാര്യം പറഞ്ഞാൽ പോലും SCRTക്ക് ഏകദേശം എല്ലാവരും ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു സത്യത്തിൽ. കാര്യം PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മൊത്തത്തിൽ അവർ മാറ്റി. ഇനി നമ്മൾ ആ മാറ്റത്തിനെ ഉൾക്കൊണ്ട് ആ ഒരു പഠന രീതിയിലോട്ട് നമ്മളും കൂടി അങ്ങ് പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് നിലവിലിപ്പോൾ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ SCRT പുസ്തകങ്ങൾ തന്നെയാണ്. SCRT പുസ്തകങ്ങളിൽ ഞാനിപ്പോൾ 5-ാം ക്ലാസ് തൊട്ടെന്ന് പറയുന്നില്ല. കാര്യം നമുക്കിപ്പോൾ 5-ാം ക്ലാസ്സിൻ്റെ ലെവൽ ആവശ്യം വരുന്നില്ല, അത് ബേസിക് ലെവൽ മാത്രമാണ്. നമുക്കിപ്പോൾ 7-ാം ക്ലാസ് തൊട്ട് മതി. 7-ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള പുസ്തകങ്ങൾ. +2 വരെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ +1 +2ൻ്റെ നമ്മുടെ ഹ്യൂമാനിറ്റീസ് പുസ്തകങ്ങൾ, അതിനകത്ത് ഹിസ്റ്ററി വരുന്നുണ്ട്, പിന്നെ പൊളിറ്റിക്സ് വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ എക്കണോമിക്സ് വിട്ടൊരു കളി ഇപ്പോൾ കേരള PSC ഇല്ലയെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ LDC ആയാലും അതേപോലെ LGS ആയാലും നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ക്വസ്റ്റ്യനിലും കണ്ടതാണ്. വളരെ വ്യക്തമായിട്ട് നമ്മുടെ എക്കണോമിക്സിനെ എടുത്തിട്ട് അരച്ച് കലക്കിയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സ് കുറച്ചും കൂടി കാര്യമായിട്ടൊക്കെ ഒന്ന് പഠിക്കുക. അതേപോലെ ജോഗ്രഫി വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ LDCയുടെ നമ്മുടെ LDC അല്ല LGSൻ്റെ മെയിൻ എക്സാം കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ SCRTയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, സെയിം ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാൻ നമുക്ക് വേണമെങ്കിൽ SCRTയുടെ സമഗ്രയിൽ നിന്നും അതുപോലെ തന്നെ SCRTയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ സെയിം പാറ്റേണിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചേഞ്ചിനെ ഉൾക്കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ കേസ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ സിവിൽ പോലീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡ് വരുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കാണുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ഇന്ത്യൻ പീനൽ കോഡിൻ്റെ കേസ് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫയർമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് പ്രഥമ ശുശ്രൂഷയുടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ കവർ ചെയ്യണം. എക്സൈസിൻ്റെതാണെങ്കിൽ അതുപോലെ ഒരുപാട് വിഷയങ്ങൾ വരുന്ന എക്സൈസിൻ്റെ നമ്മുടെ മെയിൻ സിലബസിനകത്ത് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കുക. കഴിവത് ഇന്ന് തന്നെ 3ൻ്റെയും സിലബസ് ഒന്ന് എടുത്ത് നോക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നെടുത്ത് വിഷമിക്കണം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിനകത്ത് സകല PDF-ഉം ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ PDF-ഉം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ PDF-ഉം അതിനകത്ത് ലഭ്യമാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതിൽ ഓരോ സെക്ഷനായിട്ട് എടുത്ത് അതിൻ്റെ PDF നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കാര്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു മോഡലിൽ നോക്കി പോകുന്നതിനേക്കാളും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്റ്റിനെ കുറിച്ച് പഠിച്ചാൽ അതിൻ്റെ ഒരു 2 ചോദ്യം പഠിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ആ ആക്റ്റിൻ്റെ എപ്പോഴാണ് ആക്റ്റ് വന്നത്, ആക്റ്റിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി വിഷയങ്ങൾ എന്തൊക്കെയാണ്,
അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എന്നല്ല അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആക്ടിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻസിന് നമുക്ക് ഉത്തരം പറയാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് അതിന് സ്പെഷ്യലായിട്ട് നോട്ട് സ്വന്തമായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണമെന്നും അതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് രീതിയിലുള്ള വീഡിയോ ക്ലാസ്സുകളും നമ്മൾ ചെയ്തു തരാം. ഉറപ്പാണ്, അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഡെയിലി നിങ്ങൾക്ക് CPOയുടെ ആയാലും നമ്മുടെ ഫയർമാൻ്റെ ആയാലും എക്സൈസിൻ്റെ ആയാലും ക്ലാസ്സുകൾ ഞാൻ തന്നിരിക്കും. അത് ഗ്യാരണ്ടിയാണ്, ഞാൻ ഉറപ്പ് തന്നേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു 60 ദിവസം സമയം വ്യക്തമായിട്ട് മാനേജ് ചെയ്ത് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് കഴിവതും SCRT പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 7ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള പുസ്തകങ്ങൾ. +2-ൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹ്യൂമാനിറ്റീസ് സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളൊക്കെ ആ സൈറ്റുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് സ്വന്തമായി നോട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും കഴിയാവുന്ന അല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഫിസിക്കൽ എന്ന് പറയുന്നൊരു കടമ്പാടും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മെയിൻസ് എക്സാം സെറ്റ് ചെയ്താൽ പിന്നെ ഫിസിക്കൽ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫിസിക്കലും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നല്ല, ഫിസിക്കൽ സെറ്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെയിൻസ് എക്സാം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർ ഫിസിക്കൽ വിളിക്കും. അപ്പോൾ ഫിസിക്കൽ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സമയം കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ബാക്കപ്പും ആയിട്ട് എന്തായാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലാസ് അത്യാവശ്യമാണെങ്കിലോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇന്നും ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണുക. ഈ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണുക. അപ്പോൾ ആവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.